നമസ്കാരം പ്രിയമിത്രങ്ങളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമുക്ക് കഥ ആരംഭിക്കാം. എന്റെ പേര് മനോജ്. എനിക്ക് 25 വയസ്സുണ്ട്. ഞാൻ താമസിക്കുന്നത് ചേർത്തലയിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിവാഹിതനായ ഞാൻ എന്റെ അമ്മാവിയെ കുറിച്ചുള്ള ഒരു നടന്ന സംഭവമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയുന്നത്. എന്റെ അമ്മയ്ക്ക് 2 ആങ്ങളമാരാണുള്ളത്. അതിൽ ഇളയ അമ്മാവനായിരുന്നു സുദേശൻ. അമ്മാവൻ ടാക്സി ഡ്രൈവറാണ്. സ്വന്തമായി അമ്മാവന് ടാക്സിയുണ്ട്. ടാക്സി സ്റ്റാൻഡിൽ ഏറ്റവും കൂടുതൽ ഓട്ടമുള്ള ആളാണ് അമ്മാവൻ. പലപ്പോഴും ദൂരമോട്ടമൊക്കെ ആയിരിക്കും അമ്മാവൻ ഓട്ടം കിട്ടുക. 3-4 ദിവസമൊക്കെ ടൂർ ഓട്ടമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും അമ്മാവൻ വീട്ടിൽ കാണില്ല. അമ്മാവന് മക്കളൊന്നുമില്ല. അതുകൊണ്ട് അമ്മാവനില്ലാത്ത ദിവസങ്ങളിൽ എന്നെയാണ് അമ്മാവി കൂട്ടുകിടക്കാൻ വിളിക്കുക. അമ്മാവിയുടെ പേര് മോളി എന്നാണ്. ഒരു 10-36 വയസ്സ് പ്രായം വരും അമ്മാവിക്ക്. കാണാൻ ഒരു സൗന്ദര്യധാമമാണ്. നല്ല വെളുത്ത് ഗോതമ്പിന്റെ നിറവും വട്ടമുഖവും മൂക്കിൽ ഒറ്റക്കല്ലിൽ തീർത്ത മൂക്കുത്തിയും പിന്നെ എല്ലാം ഒരുപടി മുന്നിൽ തന്നെ. അതൊക്കെ ഏതൊരു പുരുഷനെയും ആകർഷിക്കും. അമ്മാവിയുടെ ആ കുണുങ്ങിയുള്ള നടപ്പും നോട്ടവുമൊക്കെ ഏതൊരു പുരുഷന്റെയും സിരകളെ ത്രസിപ്പിക്കും. പക്ഷേ എനിക്ക് ആദ്യ നാളുകളിലൊന്നും അമ്മാവിയോട് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് അമ്മാവിയോട് ഒരു പ്രത്യേക താല്പര്യം തോന്നും. അതെപ്പോഴാണെന്ന് വെച്ചാൽ, രാത്രിയിൽ ഞാൻ കൂട്ടുകിടക്കാൻ ചെല്ലുമ്പോൾ അമ്മാവി ഒരു നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് എനിക്ക് അത്താഴമൊക്കെ വിളമ്പിത്തരുമ്പോൾ എന്തോ എനിക്ക് അവരോടൊരു പ്രത്യേകത തോന്നും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്മാവി എന്നെ കൂട്ടുകിടക്കാൻ വിളിച്ചു. ഞാൻ സന്ധ്യ ആയപ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. അമ്മായിയുടെ വീട്ടിലെത്തി. അമ്മാവി എന്നെയും കാത്ത് സിറ്റ് ഔട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നല്ല ഒരു ബ്ലൂ കളറിലുള്ള നൈറ്റിയൊക്കെ ഇട്ട് നിൽക്കുന്ന അമ്മാവിയെ കണ്ടപ്പോൾ തന്നെ എന്റെ രക്തയോട്ടം വർദ്ധിച്ചു. അമ്മാവി കാണാതെ ഞാൻ അവരെ അടിമുടിയൊന്ന് നോക്കി. അമ്മാവി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ നേരെ ഹാളിലേക്ക് കയറി സെറ്റിയിൽ ഇരിപ്പുറപ്പിച്ചു. പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ഓരോന്ന് കാണാൻ തുടങ്ങി. വിളയിൽ നിന്ന് അകത്തേക്ക് കയറി വന്ന അമ്മാവി പറഞ്ഞു, മോനിവിടെ ഇരിയടാ, അമ്മാവി അടുക്കളയിലേക്കൊന്ന് ചെല്ലട്ടെ. ഞാൻ മൂളി. അടുക്കളയിലേക്ക് നടന്നു നീങ്ങിയ അമ്മാവിയെ ഞാൻ തല ഉയർത്തി ഒന്ന് നോക്കി. ആ തുള്ളിത്തുളമ്പുന്ന പിന്നഴക് കണ്ട് എന്റെ കണ്ണുകൾ വിടർന്നു. എവിടെ നിന്നെല്ലാമോ എനിക്ക് തരിച്ചു കയറി. എല്ലാം ഉള്ളിലൊതുക്കി മൊബൈലിൽ നോക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മാവി ഭക്ഷണമെല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചു. ഞാനും അമ്മാവിയും കൂടി കൈ കഴുകി അത്താഴം കഴിക്കാനിരുന്നു. ചോറും കറികളുമൊക്കെ എന്റെ പാത്രത്തിലേക്ക് അമ്മാവി വിളമ്പിത്തന്നു. വിളമ്പുന്നതിനിടയിൽ അമ്മാവിയുടെ ആ തട്ടലും മുട്ടലുമൊക്കെ എന്നെ വല്ലാതെ കോരിത്തരിപ്പിച്ചു. എന്റെ ഉള്ളിൽ അത് നല്ല സന്തോഷം തോന്നിയെങ്കിലും പുറത്ത് ഞാനത് പ്രകടിപ്പിക്കാതെ ഇരുന്നു. ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്ന് അത്താഴം കഴിക്കുന്ന അമ്മാവിയെ ഞാൻ ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം എടുത്ത് അമ്മാവി അടുക്കളയിലേക്ക് പോയി. ഞാൻ കൈയെല്ലാം കഴുകി എന്റെ ബെഡ്റൂമിലേക്കും പോയി. മുറിയിൽ ചെന്ന് കട്ടിലിൽ കയറി കിടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. എന്റെ മനസ്സ് മുഴുവൻ അമ്മാവിയുടെ ആ സ്പർശന സുഖമായിരുന്നു. മേശപ്പുറത്ത് വെച്ച മൊബൈൽ എടുത്ത് ഓരോന്ന് നോക്കാൻ തുടങ്ങി. കുറച്ചുനേരം മൊബൈൽ നോക്കിയതിനു ശേഷം ഞാൻ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ അമ്മാവി കിടക്കുന്ന മുറിയുടെ അടുത്തേക്ക് പോയി. മുറിയുടെ വാതിൽ ചെന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അമ്മാവിയെ അവിടെ കാണാനില്ല. ഞാൻ നേരെ ഹാളിലേക്ക് നടന്നു. അമ്മാവി ഹാളിലെ സെറ്റിയിലിരുന്ന് മൊബൈൽ കാണുകയായിരുന്നു. ഞാൻ അമ്മാവിയെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് അമ്മാവി തല ഉയർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ അമ്മാവിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവർ കണ്ടു. എന്താടാ, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ? അമ്മാവി ചോദിച്ചു. ഓ, കിടന്നിട്ട് ഉറക്കം വന്നില്ല അമ്മാവി. ഞാൻ അമ്മാവി ഉറങ്ങിയെന്നറിയാൻ വന്നതാ. എന്താടാ കാര്യം? നിനക്ക് ഏതാണ്ട് എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അമ്മാവിയുടെ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് ഞാനൊന്ന് പതറി. ഏയ്, ഒന്നുമല്ല അമ്മാവി, ഞാൻ വെറുതെ അമ്മാവി ഉറങ്ങിയെന്നറിയാൻ വന്നതാ. എന്റെ വിക്കിയുള്ള ആ പറച്ചിൽ കേട്ട് അമ്മാവി വീണ്ടും എന്നോട് പറഞ്ഞു, അല്ലല്ലോ. എന്റെ മോന്റെ മുഖം കണ്ടിട്ട് അമ്മാവിയോട് എന്തോ പറയാനുള്ളത് പോലെ. ഞാൻ അമ്മാവിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അമ്മാവിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തുവാടാ ചെറുക്കാ നിനക്ക് പറയാനുള്ളത്? വാ, നീ ഇവിടെ വന്നിരിക്കെ. അതും പറഞ്ഞ് അമ്മാവി സെറ്റിയുടെ സൈഡിലേക്ക് നീങ്ങിയിരുന്നു. അല്ലെങ്കിൽ വേണ്ടമ്മാവി, നാളെ പറയാം. അതും പറഞ്ഞ് ഞാൻ തിരികെ നടന്ന് എന്റെ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് അമ്മാവി തന്ന ചായ കുടിച്ചേച്ച് നേരെ വീട്ടിലേക്ക് പോയി.
പിറ്റേന്ന് അമ്മാവൻ വന്നു. അതുകൊണ്ട് കൂട്ടുകിടക്കാൻ പോകേണ്ടി വന്നില്ല. പിറ്റേ ആഴ്ച അമ്മാവി വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അമ്മാവൻ ഇന്ന് ഊട്ടിക്കൊരു ഓട്ടമുണ്ട്. 3-4 ദിവസം കഴിഞ്ഞേ വരൂ. നീ കൂട്ടുകിടക്കാൻ വരണേ. എന്റെ മനസ്സിലാണെങ്കിൽ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ അമ്മാവിയോട് ഓക്കെ പറഞ്ഞു. പതിവ് പോലെ അന്ന് ഞാൻ അമ്മാവിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മാവി എന്നെയും പ്രതീക്ഷിച്ച് സിറ്റ് ഔട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് കളർ നൈറ്റി ആയിരുന്നു അമ്മാവി ധരിച്ചിരുന്നത്. മുടിയെല്ലാം പിന്നി ഒരു സൈഡിലേക്ക് ഇട്ടിരിക്കുന്ന അമ്മാവിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് പോലെയൊക്കെയായി. അമ്മാവി എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കേറി വാടാമനെ. ഞാൻ സിറ്റ് ഔട്ടിലേക്ക് കയറിയതും പതിവിന് വിപരീതമായി അമ്മാവി എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഈ അമ്മാവിക്ക് ഇത് എന്തു പറ്റി? ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊരു സ്വീകരണം. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ അമ്മാവിയുടെ കൂടെ അകത്തേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അത്താഴമെല്ലാം കഴിച്ചു. അമ്മാവിയെ ഞാൻ ശ്രദ്ധിച്ചു. അമ്മാവിക്ക് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ട് എനിക്ക് ഉള്ളിലൊരു പേടി തോന്നാതിരുന്നില്ല. ഞാൻ ഒന്നും അറിയാത്തതുപോലെ അത്താഴമെല്ലാം കഴിച്ച് കയ്യും കഴുകി നേരെ എന്റെ മുറിയിലേക്ക് പോയി. മുറിയിൽ പോയി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ കട്ടിലിൽ അങ്ങനെ കിടന്നു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞു കാണും. ചാരിയിട്ടിരിക്കുന്ന കതക് തള്ളി തുറന്ന് അമ്മാവി അങ്ങോട്ടേക്ക് കയറി വന്നു. പെട്ടെന്ന് ഞാൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താ അമ്മാവി? ഞാൻ വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു. എടാ, അതേ, ഒരു കാര്യം അറിയാനാ വന്നത്. എന്താ അമ്മാവി? ഞാൻ വീണ്ടും ചോദിച്ചു. നീ ഈയിടെയായി എന്നെ കാണുമ്പോൾ ഒരു വല്ലാത്ത നോട്ടം, ഏറുകണ്ണിട്ട് നോക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഇത് പറഞ്ഞതും ഞാൻ ആകെ അടി കൊണ്ടതുപോലെയായി. ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് ഞാൻ ഒരു നിമിഷം ആഗ്രഹിച്ചു. അമ്മാവി തുടർന്നു. നിനക്ക് എന്നിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് നിന്റെ ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്തുവാ നിന്റെ ആഗ്രഹം? നീ അമ്മാവിയോട് തുറന്നു പറഞ്ഞോടാ മോനെ. എന്താഗ്രഹമായാലും ഈ അമ്മാവി നിനക്ക് നടത്തിത്തരത്തില്ലേ? അതും പറഞ്ഞ് അമ്മാവി എന്റെ കട്ടിലിന്റെ സൈഡിലേക്ക് ഇരുന്നു. അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അപ്സെറ്റായിരുന്നു. തന്റെ മനസ്സിലുള്ള ആഗ്രഹം അമ്മാവിയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സാകെ സന്തോഷം കൊണ്ട് കുളിരുകോരി. ഞാനത് പുറമേ കാണിക്കാതെ തലയും കുനിച്ചിരുന്നു. പെട്ടെന്നാണ് അമ്മാവി പതുക്കെ എന്റെ താടിയിൽ പിടിച്ച് തല മുകളിലേക്ക് പൊക്കിയത്. ഞാൻ ചെറുതായിട്ട് ഒരു ചെറു ചിരി അമ്മാവിക്ക് സമ്മാനിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മാവിയുടെ പ്രകടനം വളരെ പെട്ടെന്നായിരുന്നു. തന്റെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞു തന്നെ അമ്മാവി പ്രവർത്തിച്ചു. പുറത്തു മഴയുടെ ഹുങ്കാര ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇടിമിന്നലോടുകൂടി മഴ ആർത്തു പെയ്യാനും തുടങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ നേരം അമ്മാവി പതിവ് പോലെ ചായയുമായി വന്നു. അമ്മാവിയുടെ മുഖത്തേക്ക് ഞാനൊന്ന് പതിയെ നോക്കി. എല്ലാം നേടിയെടുത്ത ഒരു ഭാവമായിരുന്നു അവരുടെ ആ മുഖത്ത്.